الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നുപോയ അപാകതകൾ റഹ്മാനും റഹീമുമായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദര പുത്രനാണ് ഹക്കീം ഇബ്നു ഹിസാം. അഥവാ പ്രവാചകൻ്റെ അളിയൻ്റെ മകനാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ സ്വഹാബിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോയ സമയത്ത് വളരെ മുന്തിയ ഇനത്തിലുള്ള ഒരു വസ്ത്രം അവിടെ വിൽപ്പനക്ക് വെച്ചതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകത യമനിലെ രാജാക്കന്മാർ ധരിച്ച അത്രയും മുന്തിയ അത്രയും വിലപിടിപ്പുള്ള ഒരു വസ്ത്രമാണ്. അങ്ങനെ ഹക്കീം ഇബ്നു ഹിസാം 50 ദീനാർ കൊടുത്തിട്ട് ആ വസ്ത്രം വാങ്ങി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി കൊടുക്കണം. ആ വസ്ത്രവും ധരിച്ച് ഒരു തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞു. അതിനുശേഷം ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 17 വയസ്സുള്ള സമയത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി കമാൻഡറായി നിയോഗിച്ച ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ആ വസ്ത്രം ഹദിയയായി കൊടുത്തു. അങ്ങനെ ഈ വസ്ത്രവും ധരിച്ച് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വസ്ത്രം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതാര ഹക്കീം ഇബ്നു ഹിസാമാണ്. ഹക്കീം ഇബ്നു ഹിസാം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഇന്നത്തെ ഖുതുബയുടെ മുഖ്യമായ ഒരു വശം, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. നീ ഒരു അടിമയുടെ മകനല്ലേ, നിനക്കെന്ത് യോഗ്യതയാണ് യമനിലെ രാജാവ് ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കാൻ? ആ ചോദ്യം കേട്ട ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി, നാം അന ഖൈറും മിൻ ദി യസൻ വ ഉമ്മി ഖൈറും മിൻ ഉമ്മി വ അബി ഖൈറും മിൻ അബി. നിങ്ങളാ പറഞ്ഞ ആ മനുഷ്യനേക്കാളും ഉത്തമനാണ് ഞാൻ. അയാളുടെ ഉമ്മയേക്കാളും മാതാവിനേക്കാളും ഉത്തമയായ ഉമ്മയാണ് എൻ്റെത്. അയാളുടെ പിതാവിനേക്കാളും ഉത്തമനായ പിതാവാണ് എൻ്റെത് എന്ന് അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
മുസ്ലിം ആണ് നമ്മൾ എന്നതിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ്. ഒരിക്കൽ കളിയാക്കുന്ന രൂപേണ മലമൂത്ര വിസർജന മര്യാദകൾ പഠിപ്പിക്കാനാണല്ലോ നിങ്ങളുടെ പ്രവാചകൻ വന്നത് എന്ന് കളിയാക്കിയ ഒരു മനുഷ്യനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മറുപടി നൽകുന്നത്, അതെ, അതുമാത്രമല്ല, ഇന്ന കാര്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് അദ്ദേഹം ഗർവ് നടിക്കുക. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് എല്ലാവരെക്കാളും ഒരു മുസ്ലിം ഉത്തമനായി നിൽക്കുന്നത് എന്നത്. അതിൻ്റെ ഉത്തരം സൂറത്തു ആൽ ഇമ്രാനിലെ 19-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അള്ളാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ ഒരേ ഒരു മതം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. സൂറത്തു ആൽ ഇമ്രാനിലെ തന്നെ 85-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടി നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. നീ വല്ലവനും അള്ളാഹുവിൻ്റെ മതത്തെ അഥവാ ഇസ്ലാമിനെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മതമായി സ്വീകരിക്കുകയും അങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രവുമല്ല, പരലോകത്ത് അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുന്നുമുണ്ട്. ആ ദീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അറിയിച്ചു തന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, ഇന്ന് നാം ഈ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സ്വഹാബികളിൽ ഓതിക്കേട്ട ആ ആയത്ത്, അതിലുള്ളത് എന്താ? മതത്തിൽ ഒരു വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളും ആവശ്യമില്ല, ഒരു വിധത്തിലുള്ള പുരോഗമനത്തിൻ്റെയും ലാഞ്ചനകൾ നമ്മുടെ മതത്തിലേക്ക് ആവശ്യമില്ല, ഒരു വിധത്തിലും ഒരു കുറവ് ഇന്ന ഒരു കാര്യം ഇസ്ലാമിന് ചേർന്നതല്ല, അത് ഒഴിവാക്കുക, അതും ഇസ്ലാമിലില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മതം അവൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ബലികർമ്മത്തിൻ്റെ വിഷയം ഇവിടെ വന്നപ്പോൾ ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകൾ പറയാൻ തുടങ്ങിയില്ലേ. ഒരു പുരോഹിതൻ എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞപ്പോഴേക്കും ശരിയാണ്, ബലികർമ്മം എന്നത് ഇസ്ലാമിലില്ല എന്ന് പറയാൻ തുടങ്ങി. നമുക്ക് എന്ത് അധികാരമുള്ളത്? അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ല എന്ന് ആ വ്യക്തി പറഞ്ഞപ്പോൾ നമ്മളിൽ അധികം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്തുകൾ അത് ഇസ്ലാമിന് പറ്റിയതല്ല എന്ന് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ പറയുമ്പോൾ നമ്മളിൽ അധികം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എൻ്റെയും നിങ്ങളുടെയും ദീനാണോ? നമ്മളുടെ മതമാണ് എങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം, അതിൽ നിന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ പുരോഗമനം കൊണ്ടുവരാം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ മതം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. ഇതിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനോ ഒന്ന് വെട്ടിച്ചുരുക്കാനോ ഉള്ള അധികാരം നമുക്കില്ല. ആ വിഷയം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, ലോകത്ത് മറ്റൊരു മതത്തിനും മറ്റൊരു ആദർശത്തിനും പറയാനില്ലാത്ത ഒരു അവകാശവാദമല്ലേ ഇത്? ഒന്നും കൂട്ടിച്ചേർക്കാനോ ഒന്നും വെട്ടിച്ചുരുക്കാനോ ഇല്ലാത്ത മതം വേറെ ഏതാ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ദർശനത്തിന് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ? ഇപ്പോൾ ലിബറലിസത്തെ എടുത്താൽ അതിന് ഒരുപാട് പാളിച്ചകളുണ്ട്, കമ്മ്യൂണിസത്തെ എടുത്താൽ അതിനും ഒരുപാട് പാളിച്ചകളുണ്ട്, ഫെമിനിസത്തെ എടുത്താൽ അതിനേക്കാളും വലിയ അപാകതകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതേത് ദർശനങ്ങൾ ഇസ്ലാമിനെതിരായി നമ്മൾ വെച്ച് ഒന്ന് താരതമ്യം ചെയ്യാൻ നോക്കിയാലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് കംപ്ലീറ്റഡായ ഇസ്ലാമാണ്, ഇതിലേക്കൊന്നും നമ്മുടേതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളോട് അറിയിച്ചിരുന്നുണ്ട്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോൾ ദിക്റുകളുടെ പേരിൽ, സ്വലാത്തുകളുടെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇസ്ലാമികമായ കാര്യങ്ങളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ സിയാറത്ത് എന്ന പേരിൽ പല തരത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പലതും നമുക്കിടയിലേക്ക് ഇങ്ങനെ ആയിന്നിറങ്ങി അവിടെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് അത് ഇസ്ലാമാണ് എന്ന് വിചാരിക്കുകയും അത് ചെയ്യാത്ത മുഴുവൻ ആളുകളും തെറ്റുകാരാണ് എന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാം എന്ന് പഠിക്കുക ആരുടെ മേൽ ബാധ്യതയാണ്? നമ്മുടെ എല്ലാവരുടെയും മേൽ ബാധ്യതയാണ്. ത്വലബുൽ ഇൽമി വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ. എല്ലാ മുസ്ലിമീങ്ങളുടെയും മേൽ ബാധ്യതയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൽമ്, വിജ്ഞാനം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വരുമ്പോൾ അത് ശരിയാണല്ലേ, ഇതായിരിക്കില്ലേ ശരി. എന്തുകൊണ്ടാണ്? നമുക്ക് അടിസ്ഥാനമില്ല ദീനിൽ. ദീനീപരമായ വിജ്ഞാനത്തിൽ നമുക്ക് അടിസ്ഥാനമില്ല. അതുകൊണ്ടാണ് പുതിയ എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറയുമ്പോൾ ഖാലിഫ് തുദ്ക്കർ എന്ന് പറയാറുണ്ട്. അഥവാ പുതുതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ ഓൻ അറിയപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കി, സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമ്മുടെ തലതൊട്ടപ്പന്മാരായി നമ്മൾ തലയെ കയറ്റി കൊണ്ടുനടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ അവരൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താ?
ഇവിടെ പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം അവർ പറയാൻ തുടങ്ങും. അങ്ങനെ അതിന് റീച്ച് കിട്ടും. അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. അത് ശരിക്കുള്ള ഇസ്ലാമികമായ അറിവാണോ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള മാപ്പിനി അത് നമ്മുടെ തലയിൽ ഇല്ല എങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമാണിത്. ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറഞ്ഞു നേരത്തെ, ബലികർമ്മത്തിൻ്റെ വിഷയം. ആ ബലികർമ്മം ഇസ്ലാമിൽ ഇല്ല എന്നൊരാൾ പറയുമ്പോൾ, അതും വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ എടുത്ത് പറയുമ്പോൾ, ഈ ആയത്തിൻ്റെ അർത്ഥമൊന്ന് അമാനി മൗലവി തഫ്സീറിൽ എടുത്തൊന്നു വായിച്ചു നോക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതിനുള്ള രക്ഷ തേടുകയാണ്. ആമീൻ. അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. കൃത്യമായ ദീനി വിജ്ഞാനം കരസ്ഥമാക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വിശിഷ്ടമായ മതത്തിൻ്റെ ആളുകളാണ്, ഞങ്ങളെല്ലാം മുസ്ലിമീങ്ങളാണ് എന്ന പ്രതാപ ബോധ്യം നമുക്ക് സ്വയം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ നിന്ദരായിട്ടുള്ള ഒരു ജനതയായിരുന്നു. എന്നിട്ട് അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയത് ഇസ്ലാം കൊണ്ടാണ്. നമ്മൾ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണ് പ്രതാപം നൽകിയത്. ഇത് പറയുന്ന ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 72ഓളം കൊല്ലം വെറും ചെറിയ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഔസ് ഖസറജ് എന്നീ 2 ഗോത്രങ്ങൾ യുദ്ധം ചെയ്ത കഥകൾ നമുക്കറിയാം. 72ഓളം കൊല്ലം. മാത്രവുമല്ല, കള്ളിൽ കുളിച്ച് നടന്നിരുന്ന ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപം നൽകിയത് ആ കള്ള് നിരോധിച്ചുകൊണ്ടാണ്, ഇസ്ലാം കൊണ്ടാണ്. ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കിടയിലൊക്കെ ഒരു ഷെയ്മാണ്. ആൾക്കാർ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാൻ തുടങ്ങും. അപ്പം ഞാൻ മുസ്ലിമാണ് എന്നതിൻ്റെ അടയാളം പ്രത്യക്ഷമായി എൻ്റെ മുഖത്തോ എൻ്റെ ഭാവത്തിലോ എൻ്റെ സംസാരത്തിലോ വരാൻ പാടില്ല എന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നു. എങ്കിൽ നമ്മളോടാണ് ഉമർ റളിയല്ലാഹു അൻഹു അടുത്തതായി പറയുന്നത്, ഫമഹ്ബബ്തഗൈന അൽ ഇസ്സത ബിഗൈരിഹി അദല്ലനല്ലാഹ്. എന്നാൽ ഇസ്ലാം കൊണ്ടല്ലാത്ത വേറെന്തെങ്കിലും കൊണ്ട് നമ്മൾ പ്രതാപം തേടുകയാണ്, ഇസ്സത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അതല്ലനല്ലാഹ്, അള്ളാഹു നമ്മളെ പഴയതിനേക്കാൾ നിന്ദ്യരാക്കി കളയുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചു തരാൻ. അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മൾ ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോ, നമ്മുടെ നാട്ടുകാരോ, നമ്മുടെ വീട്ടുകാരോ, നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ സഹപാഠികളോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോ നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. അവർ നമ്മളെ പരിപാലിക്കുന്നില്ല, അവർ നമുക്ക് ജലം നൽകുന്നില്ല, അവർ നമുക്ക് വായു നൽകുന്നില്ല, അവരെല്ലാം നമുക്ക് ജീവൻ നൽകിയത്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എങ്കിൽ അവൻ്റെ തൃപ്തിയായിരിക്കണം നമ്മൾ തേടേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ തൃപ്തിയേക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടുകാരുടെ തൃപ്തിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ തൃപ്തിയാണ്, അതിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ തൃപ്തിയാണ്, അതിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുകളുടെ തൃപ്തിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ താടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു, താടി വടിക്കരുത്, അത് വെറുതെ വിടുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മളേവരും താടി വടിക്കുന്നതിൻ്റെ കാരണം എന്താ? ഒന്നുകിൽ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ ഉമ്മാക്ക് ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ കളിയാക്കുന്ന കാരണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന കാരണം കൊണ്ടായിരിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളോട് അറിയിക്കുന്നുണ്ട്, സുഹൃത്തുക്കളെ, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി തേടുകയാണ് എങ്കിൽ അള്ളാഹു അവരെ തൃപ്തിപ്പെടും, ജനങ്ങളും അവരെ തൃപ്തിപ്പെടും. ഇനി അള്ളാഹിൻ്റെ തൃപ്തിക്ക് പകരം മറ്റുള്ള ആളുകളുടെ തൃപ്തിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ, അങ്ങനെ ആരെങ്കിലും തേടുന്നുവെങ്കിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടില്ല. അവൻ ആരെയാണോ തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത് അവരും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് അറിയിച്ചിരുന്നു. എങ്കിൽ മുസ്ലിമാണ് എന്നതിൽ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുകയും എന്നിട്ട് ഞാൻ നിശ്ചയമായി മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് ഉറച്ചു പറയുകയും ചെയ്യുന്നവനേക്കാളും വിശിഷ്ടമായ വാക്ക് പറഞ്ഞവർ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ അവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുസ്ലിമാണ് എന്നതിൽ നമ്മൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് തിന്മകളിൽ നിന്നും നമുക്ക് സുരക്ഷിതത്വം കിട്ടും. ഉദാഹരണത്തിന്, നമ്മൾ കള്ളു കുടിക്കില്ല എന്ന്, മുസ്ലിമാണ് ഞാൻ കള്ളു കുടിക്കില്ല എന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ ആ ഒരു പരിപാടിക്ക് വിളിക്കൂല. അല്ലെങ്കിൽ നമ്മൾ 5 നേരം പള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് എങ്കിൽ ആ സമയമാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ അവർ കൂടെ കൂട്ടില്ല. അല്ലെങ്കിൽ കളവ് പറഞ്ഞ് ആരെങ്കിലും വഞ്ചിച്ച് എന്തെങ്കിലും കവർന്നുകൊണ്ട് എവിടേക്കെങ്കിലും പോകാനുള്ള പ്ലാൻ ഇടുന്ന സമയത്ത് നമ്മളെ അതിൽ കൂട്ടൂല. കാരണം എന്താ? നമ്മൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾ ഒരാളെയും വഞ്ചിക്കൂല, ഒരാളുടെ സ്വത്തും അപഹരിക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ സുരക്ഷിതത്വം നമുക്ക് വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയും. പലപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ദീനിനെതിരെ പല കുറ്റങ്ങളും ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ മനഃപൂർവ്വം നുണകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ
നമുക്കവിടെ എതിരിടാൻ മടിയാണ്. നമുക്കറിയുന്ന ഒരു വിഷയമായിരിക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാലികയായ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, അത് പീഡോഫൈലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ തന്നെ പറയുന്നതാണ് ഞങ്ങൾ നുണയാ പറയുന്നത്. എന്നിട്ട് ആ നുണയന്മാർ പറയുന്നത് ഇല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാൻ നമുക്കൊന്നും കഴിയുന്നില്ല. എന്തേന്നറിയോ? അപ്പം കമന്റിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുമെന്നുള്ള പേടി ഭീരുക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് പറയണമെന്നാണ്. പേടിയാണ് നമുക്ക്. ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? മനുഷ്യന്മാരെയാണ്. നമ്മളെപ്പോലെ തന്നെ സൃഷ്ടികളെയാണോ നമ്മൾ പേടിക്കുന്നത്? നമ്മളെ മുസ്ലിങ്ങൾ എന്ന് പറയാൻ കഴിയും? ഒന്ന് ആലോചിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവരുടെ ഒക്കെ മനസ്സിലെന്താ? ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അള്ളാഹുവിന്റെ തൃപ്തിയാണ് എനിക്ക് പ്രധാനമെന്നാണ്. സ്വന്തം സഹോദരങ്ങൾക്കെതിരെ യുദ്ധം നടത്തിയ ചരിത്രം നമുക്കറിയില്ലേ? മകൻ മുസ്ലിം ആയിരിക്കാം, എതിർപക്ഷത്തുള്ളത് പിതാവാണ്, എന്നിട്ട് ആ മകനും പിതാവും തമ്മിൽ യുദ്ധം നടന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? ബദറിൽ, ഉഹുദിൽ, ഖന്തക്കിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? അതൊന്നും നമ്മളോട് പറയാൻ പറയുന്നില്ല. സുന്നത്തിനെ ആരെങ്കിലും പുച്ഛിക്കുമ്പോൾ അതിനെതിരെ നിന്നതിന് നോ പറയാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ സ്വഹാബികളുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് പോകാനുള്ള എന്തർഹതയാണ് നമുക്കുള്ളത്? ആലോചിക്കേണ്ട വിഷയമാണ്, ഇസ്സത്തിന്റെ വിഷയമാണിത്. മറ്റൊരു കാര്യം, ആ കമന്റ് സെഷനിൽ തന്നെ മറ്റൊരു ഭാഗത്തുള്ളത് മുസ്ലിമീങ്ങളാണ്, മുസ്ലിം ഹാൻഡിലുകളാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ പച്ചയായി തോന്നിയാസങ്ങൾ പറയാം. അതായത് അവരേത് രൂപത്തിലാണോ സംസാരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയും നമുക്ക് ചില കമന്റിൽ കാണാൻ പറ്റും. നോക്കുമ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളാണ്, ഫേക്ക് ഐഡിയകളൊന്നുമല്ല. നമ്മൾ സഭ്യത കൈവിടരുത് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് വളരെ കൃത്യമായി അറിയിച്ചു കൊടുക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു മുസ്ലിമായി ജീവിക്കാനാണ്. നല്ല ഒരു മുസ്ലിം ഒരിക്കലും കളവ് പറയില്ല. നല്ല ഒരു മുസ്ലിം ഒരാളെയും ഒരു തവണയും വഞ്ചിക്കുകയില്ല. നല്ല ഒരു മുസ്ലിം തൻ്റെ ഉമ്മയോടും ഉപ്പയോടും തോന്നിയാസിയാവൂല. നല്ല ഒരു മുസ്ലിം നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവരന് ഒരു വിധത്തിലുള്ള പ്രയാസവും ആ മുസ്ലിമിനെ കൊണ്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു മുസ്ലിമാണോ ഞാനും നിങ്ങളും? അങ്ങനെയാകണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ് സുഹൃത്തുക്കളെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 സന്ദർഭങ്ങളിലായി സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല മുസ്ലിം ആരാണ് എന്നുള്ളത്. ഒരു തവണ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, സ്വഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏറ്റവും നല്ല മുസ്ലിം ആരാണ്? മുസ്ലിമുകൾ ഒരുപാടുണ്ട്, ഏറ്റവും നല്ല മുസ്ലിമീങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, നമ്മുടെയൊക്കെ നാവിൽ നിന്നും നമ്മുടെയൊക്കെ കൈകളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളാണ് ഏറ്റവും നല്ല മുസ്ലിം. ആലോചിക്കേണ്ട വിഷയമാണ്. നാവ് കൊണ്ടായിരിക്കും പല വിധത്തിലും നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താറുള്ളത്. ഒന്നുകിൽ കുറ്റം പറയുക, അല്ലെങ്കിൽ കുത്തിപ്പറയുക, അല്ലെങ്കിൽ അപഹസിക്കുക, പരിഹസിക്കുക, കളിയാക്കുക, നാവ് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ കൈകൊണ്ട് അവൻ്റെ എന്തെങ്കിലും സ്വത്ത് അപഹരിക്കുക, അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഈ നാവും കയ്യുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരുടെയൊക്കെ നാവിൽ നിന്നും ആരുടെയൊക്കെ കയ്യിൽ നിന്നുമാണോ മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുന്നത്, ഓനാ മുസ്ലിം, ഓനാ ഏറ്റവും നല്ല മുസ്ലിം. അങ്ങനെയുള്ള മുസ്ലിം ആകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതൊരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈറുൻ, ഏറ്റവും നല്ല മുസ്ലിം ആരാ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, തുത്ഇമുത് തആം, ഭക്ഷിപ്പിക്കുന്നവനാണ്. ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുത്ഇമുത് തആം, ഭക്ഷിപ്പിക്കുന്നവനാണ്. വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുകയും ചെയ്താൽ നീയാണ് നല്ല മുസ്ലിം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള മുസ്ലിമീങ്ങളായി ജീവിക്കാനും മരിക്കാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا عباد الله اتقوا الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മുസ്ലിമീങ്ങളെ, ഒരു യഥാർത്ഥ മുസ്ലിം സൽസ്വഭാവി ആയിരിക്കും. അബൂ
ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്മൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. സ്വഭാവം ഏറ്റവും നന്നാക്കിയവനാണ് വിശ്വാസം പൂർണ്ണമായ മുഅ്മിൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം, സാമൂഹിക ജീവികളായ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇടപെടുന്ന മുഴുവൻ ആളുകളോടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരമാണോ ഇടപെടാറുള്ളത് എന്ന ഒരു ആലോചന നമ്മൾ നടത്തേണ്ടത്. നമ്മുടെ ഉമ്മയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ, നമ്മുടെ ഉമ്മയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പെരുമാറുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളോട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ, അവിടെയൊക്കെ നല്ലൊരു മുസ്ലിമായാണോ നമ്മൾ ഇടപെടാറുള്ളത്, സംസാരിക്കാറുള്ളത് എന്ന് നമ്മളൊക്കെയും ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ്? മുഅ്മിനീങ്ങളാണ് സ്വർഗ്ഗത്തിൽ പോകുള്ളൂ. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ പൂർണ്ണമായും വിശ്വാസികളാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ പോകില്ല. ഈമാൻ ഇല്ലാണ്ട് നമുക്ക് സ്വർഗ്ഗം ഉണ്ടാവില്ല. അപ്പോൾ ഈമാൻ ഉള്ളവർ ആരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് എന്താ? അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ്. ഒന്ന് ആലോചിച്ചു, ഈ സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആരും ഇടങ്ങാറാക്കാൻ വരില്ല. ആരും ഇടങ്ങാറാക്കാൻ വരില്ല. നമുക്കൊക്കെ വേറെയുള്ള ആൾക്കാരെ കുറിച്ച് അധികവും പരാതി പറയാനുള്ള എന്താ? അവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ തെറ്റു പറയാറുള്ളത് അല്ലെങ്കിൽ കുറ്റം പറയാറുള്ളത് അവളുടെ സ്വഭാവത്തെക്കുറിച്ചായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മളെക്കുറിച്ച് നമ്മുടെ ഉമ്മയോടോ അല്ലെങ്കിൽ അവളുടെ ഉമ്മയോടോ പറയാറുള്ളത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ട്ണറുടെ സ്വഭാവത്തെക്കുറിച്ചായിരിക്കും പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കാറുള്ളത്. എങ്കിൽ എല്ലാവരും നല്ല സ്വഭാവമുള്ള ആളുകളായി മാറിയാൽ പിന്നെ എന്താ വലിയ പ്രശ്നമുള്ളത്? അങ്ങനെയുള്ള നല്ല സ്വഭാവികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫലാ യുഅ്ദി ജാറഹു, അവൻ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ഒന്നാമത്തെ കാര്യം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ ഫൽയുക്രിം ലൈഫഹു, അവൻ തന്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വീണ്ടും പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ യസ്മുത്, അവൻ നല്ലത് സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എത്ര നല്ല അധ്യാപനങ്ങളാണ് സഹോദരങ്ങൾ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെയും ഇസ്ലാമിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ഒരു മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുല്ലാഹി നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക, ഈ ഒരു രാജ്യത്തെ അമ്നുള്ള ഒരു രാജ്യമായി, നിർഭയത്വമുള്ള ഒരു നാടായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. നമുക്ക് ഏവർക്കും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും ത്യാഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അജ്ർ പ്രതിഫലമായി നൽകുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പരിപൂർണമായും നമ്മിൽ നിന്നും നീക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും റഹ്മാനും റഹീമുമായ റബ്ബ് പുറത്തുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ ഹിദായത്ത് എത്താത്ത ആളുകളുണ്ടെങ്കിൽ മഹത്തായ ആ സൗഭാഗ്യം അവർക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.